നിങ്ങൾ പിന്നെ ആരാണ് ഇവിടുത്തെ? ഞാൻ മനുവിൻ്റെ ഫ്രണ്ടാണ്. അല്ല, നിങ്ങൾ എന്താണ്? വാട്ട് ആർ യു? വക്കീല. എവിടുത്തെ? പത്തനംതിട്ട. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡെസിഗ്നേഷൻ ഉണ്ടോ? ഡെസിഗ്നേഷൻ ബാർ അസോസിയേഷൻ പ്രസിഡൻ്റാണ്. ആ, പിന്നെ വേറെ മറ്റെന്താണ്? മറ്റൊന്നുമില്ല, പഴയ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. എത്ര വർഷം? 8.5-9 വർഷം. ഏതൊക്കെ വർഷമാണെന്ന് പറയാം? 92 മുതൽ 97 വരെ. 92 മുതൽ 90. അത് കഴിഞ്ഞ് 85 മുതൽ 87 വരെ. നിങ്ങൾ എത്ര കൊലക്കേസുകൾക്ക് പ്രോസിക്യൂട്ടർ ആയിട്ടുണ്ട്? പറയാനൊക്കുന്നില്ല ഇപ്പോഴത്. എന്നാലും ഉദ്ദേശം പറയാനൊക്കില്ല. എന്നാലും ഉദ്ദേശം ഒരു 10-3 കൊലക്കേസുകൾ നിങ്ങൾ പ്രോസിക്യൂട്ടറായിട്ട് നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും പേര് എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്? അതിലൊരു 20% വെറുതെ വിട്ടുകയാണ്, ബാക്കിയെല്ലാം ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും പേര് ഇപ്പം ജയിലിൽ താമസിക്കുന്നുണ്ട്. ഇല്ല, അവരൊക്കെ പോന്ന് കാണും. ഇപ്പോഴത്തെ ഉമ്മാരൊക്കെ വന്നാൽ പിന്നെ ശിക്ഷിക്കും. ശരി. അന്നേരം നിങ്ങൾക്ക് ഇത്രയും കാലം പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരാൾ പത്തനംതിട്ടയില്ല. ഇല്ല, ഞാൻ ഇദ്ദേഹത്തിൻ്റെ അത്രയും കാലം പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരാൾ പത്തനംതിട്ട. വളരെ പ്രഗത്ഭന്മാരെന്ന് പറയുന്ന പലരും ഇത്രയും കാലം സിറിൽ വിൽഫ്രഡ് എന്ന് പറയുന്ന ആള് വർഷങ്ങൾ, അതായത് ഇത്രയും കാലം പ്രോസിക്യൂട്ടറായിട്ട് ഈ പത്തനംതിട്ട ജില്ലാ കോടതിയിൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരാൾ പത്തനംതിട്ടയുടെ ചരിത്രത്തിലില്ല. ഉണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. അത് നിങ്ങൾക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും യു ആർ ഗ്രേറ്റ്. അത് പറയാനുള്ളത്. അന്നേരം ഈ ഇത്രയും കൊലക്കേസുകൾ നിങ്ങൾ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ നടത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാനുഭവം എന്താണ്? കൊല ചെയ്യുന്നത് നല്ലതാണ്. അതല്ല, ആസ് എ പ്രോസിക്യൂട്ടർ ഞാൻ ഈ എല്ലാവരും എല്ലാ തരത്തിലും ഉള്ള ഈ കൊല ചെയ്യുന്നവരെല്ലാം ഞാൻ ഡിഫൻസ് കൗൺസിലായിട്ട് കേസ് നടത്തുമ്പോൾ അവരെ കൗൺസിൽ ചെയ്യാറുണ്ട്. അതിൽ കൗൺസിൽ ചെയ്ത് പശ്ചാത്തപിക്കാത്തവർക്ക് ദൈവം ശിക്ഷ കൊടുക്കുന്നു. അതല്ല ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങളുടെ ജീവിത അനുഭവം ഈ ഇത്രയും കൊലക്കേസുകളുണ്ടായി എല്ലാവരും യഥാർത്ഥത്തിൽ പ്രതിയാവുകയും യഥാർത്ഥത്തിൽ പിന്നെ കുറ്റം ചെയ്യുകയും ചെയ്യുന്നവർ തന്നെയാണോ ഈ വരുന്നത്? എൻ്റെ ജീവിതത്തിൽ ഒറ്റ ഒരാളെ മാത്രമേ പ്രതിയല്ലാത്ത ഒരാളെ ശിക്ഷിച്ചിട്ടുള്ളൂ. അത് നടത്തിയ വക്കീലിൻ്റെ ഗുണം കൊണ്ടാണ് ശിക്ഷിച്ചത്, പ്രോസിക്യൂട്ടറുടെ ഗുണമല്ല. അദ്ദേഹം നടത്തിയ അതല്ല ഞാൻ ചോദിക്കാം, പോലീസ് പ്രതിസ്ഥാനത്ത് ചെയ്യാം ഒരൊറ്റ ഒരാളെ മാത്രമേ എൻ്റെ ഇപ്പം ഞാൻ പറയാം, സബ് ജയിലിൽ പലരും കിടക്കുന്ന പല പ്രതികളും യഥാർത്ഥത്തിൽ അവർ കുറ്റം ചെയ്തിട്ടുള്ളവരല്ല എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ അനുഭവത്തിൽ അവര് പല സാഹചര്യത്തിലും പിന്നെ പോലീസ് കേസെടുക്കുന്നു, അത് കോടതി ആ പോലീസിൻ്റെ ചാർജ് അനുസരിച്ച് അന്ധത ശിക്ഷിക്കുന്നു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ ശിക്ഷിക്കുന്നതാണ് ഈ പരക്കെയുള്ള പരാമർശം. ഇല്ല, അത് താങ്കൾക്ക് അങ്ങനെ താങ്കൾ കേസിന് മാത്രമേ എനിക്ക് അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? താങ്കൾ ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള എൻ്റെ ജീവിതത്തിൽ ഒറ്റ കേസിനെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. താങ്കൾ അങ്ങനെ കേസ് എടുക്കുന്നവർ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലില്ല, അവരെഴുതുന്ന വിധം തെറ്റായിരിക്കാം, പക്ഷേ യഥാർത്ഥ പ്രതിയല്ലെന്ന് എനിക്ക് പറയാൻ നിവർത്തിയില്ല. ഈ പല രാഷ്ട്രീയ കേസുകളിലും ഊഹം വെച്ച് പ്രതിയാക്കുന്നത് താങ്കൾ അറിയാം? അതറിയാം. അത് യഥാർത്ഥ പ്രതി അങ്ങനെ ഉള്ള കേസുകൾ ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ നടത്തിയെന്ന് പറഞ്ഞാൽ പ്രമാദമായ കേസ് എന്ന് പറയുന്നത് ഈ കാത്തലിക്കറ്റ് കോളേജിലെ ജോസ് വധൻ, അതിലെ പ്രതികൾ യഥാർത്ഥമാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പോലീസ് അതിനെപ്പറ്റി എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും പോലീസ് എഴുതുന്ന കേസ് ശരിയല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. പോലീസ് എഴുതുന്ന വിധം ശരിയല്ല എന്ന് മനസ്സിലാക്കണം. അപ്പുറത്തോട്ട് പോയിക്കൂടെ? അല്ല, പോലീസ് എഴുതുന്ന കേസ് ശരിയല്ല നിങ്ങൾക്ക് ശരിയല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്നേരം നിങ്ങൾ നിരപരാധികൾക്കെതിരെ ഈ പ്രോസിക്യൂഷൻ കേസ് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എല്ലാ കേസുകളും തെറ്റാണെന്ന് എനിക്ക് പറയാൻ നിവർത്തിയില്ല. നിങ്ങളിപ്പം നിങ്ങൾക്ക് ഇതിനെതിരെ യഥാർത്ഥ പ്രതി അല്ലാത്തവരെ താങ്കള് ഇപ്പം പ്രോസിക്യൂട്ടർ അല്ലല്ല, ഇപ്പം താങ്കൾക്കെതിരെ ഈ ഒരു പരാമർശത്തിൽ താങ്കൾക്കെതിരെ ഒരു നടപടിയും പറത്തില്ല എങ്കിൽ താങ്കൾ സർവ്വതാ താങ്കൾ പിന്നെ നിർവ്യാജം താങ്കൾ ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത്. തീർച്ചയായിട്ടും ഞാൻ പ്രോസിക്യൂട്ടർ ആയിരുന്നപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മാത്രമേ ശിക്ഷിക്കേണ്ട അവസരം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇനി ഞാൻ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രോസിക്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ കേസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്നേരം താങ്കൾ ഈ എപ്പോഴും
കാര്യം വെച്ചാൽ 100% ഈ നീതി നടപ്പാക്കാൻ ഈ നീതി ന്യായ വ്യവസ്ഥയ്ക്കും പറ്റുമോ ഇല്ലേ? താങ്കളോട് ചോദ്യം. പോലീസ് നമുക്ക് പോലീസല്ല, നീതി ന്യായ കോടതികൾ പോലീസിന്റെ കാര്യം നീതി ന്യായ വ്യവസ്ഥിതി അത് പോലീസ് വരും. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഞാൻ താങ്കളോട് ഇത്രയും വർഷം പ്രാക്ടീസ് ഉള്ള അഡ്വക്കേറ്റ് നീതി ന്യായ വ്യവസ്ഥിതിക്ക്, അതായത് പോലീസല്ല, എല്ലാം ഉൾപ്പെടും, പറ്റുമോ ഇല്ലയോ? താങ്കളോട് ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പോലീസ് എഴുതി വെക്കുന്നതും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി. പോലീസിനെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങളും അതിന്റെ ഭാഗമായിരുന്നു എന്ന്. അല്ല, പലരുടെയും അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ ആ അച്ഛന് എതിരായിട്ട് മൊഴി പറയുന്ന ആൾ തുറക്കില്ല അച്ഛനെതിരായിട്ട് മൊഴി പറയുന്ന മക്കളെയാണ് കാണുന്നത്. അതല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് ഈ നീതിന്യായ വ്യവസ്ഥിതിയുടെ പരാജയമാണോ ഇല്ലയോ? നീതിന്യായ കോടതിയുടെ പരാജയമല്ല, കോടതിയല്ല, നീതിന്യായ വ്യവസ്ഥിതിയുടെ. വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ അന്വേഷണ ഏജൻസി മാറണം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അന്വേഷണ ഏജൻസി മാത്രമല്ല, ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊലക്കേസുകൾ അതുപോലുള്ള ക്രൈം മാത്രം വിസ്തരിക്കാൻ അന്വേഷിക്കാനുള്ളതാണ് കൊടുക്കേണ്ടത്. ഇവിടെ അതല്ല, ലോ ആൻഡ് ഓർഡർ എല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോൾ അവർ ചക്ക വിഴുങ്ങുന്നത് പോലെ പോകുന്നു. ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമാണ് അന്വേഷണവും. അതല്ല, രണ്ടും കൊടുക്കണം. അങ്ങനെ മാത്രം കൊടുക്കാൻ പറ്റുമോ താങ്കൾ വിചാരിക്കുന്നത്? അങ്ങനെ മാത്രം കൊടുക്കാം. ലോ ആൻഡ് ഓർഡർ ഈ ഇൻവെസ്റ്റിഗേഷൻ, ഈ ക്രൈമിന്റെ ഭാഗമായിട്ടാണ് ലോ ആൻഡ് ഓർഡർ, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം എവറിത്തിങ്. അന്നേരം ഈ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ പറ്റുന്നത്? ഇതുമായിട്ട് കോർഡിനേഷൻ വരുമോ? കോർഡിനേഷൻ അല്ല, പലർക്കും ചുമതല കൊടുക്കണം. കൊലക്കേസൊക്കെ DYSP കുറഞ്ഞ ഒരാൾ അന്വേഷിക്കരുതെന്നാണ് താങ്കളുടെ അഭിപ്രായത്തിൽ. എങ്ങനെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ DYSP കുറഞ്ഞ ഒരാൾ, ഈ DYSPക്ക് പ്രത്യേക സ്പെഷ്യൽ സാങ്നിറ്റി വല്ലതും ഉണ്ടോ? സാങ്നിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് അല്ല, സാങ്നിറ്റി. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സാങ്നിറ്റി എന്ന് പറയാനൊക്കെ അതല്ല, എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. ആ എക്സ്പീരിയൻസ് കൊണ്ട് അവർ ചെയ്യും. ഇപ്പോൾ സാധാരണ ആരാ എഴുതുന്നത്? ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഒരു കേസ് എഴുതുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ ഒരു കേസ് എഴുതുമ്പോൾ അതിൻ്റെതായ ഒരു യാതൊരു വിധമായ കരുത്തും ഉണ്ടായിരിക്കത്തില്ല. ഇന്റർവ്യൂ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂ നടത്തുക. അന്നേരം ഈ അന്നേരം ഈ എന്താ താങ്കൾ പറഞ്ഞേ? DYSP കുറഞ്ഞ ഒരാള് കൊലക്കേസുകൾ അന്വേഷിക്കരുത്. ഈ DYSP അന്വേഷിക്കുന്ന കേസുകളെല്ലാം DYSP തന്നെ കൈപ്പടയിൽ സ്വന്തം കൈപ്പട എഴുതാണോ? കൈപ്പട വേണമെന്നില്ല, അല്ലെ അദ്ദേഹത്തിന് നിർദ്ദേശം. DYSPക്ക് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് കാലിബർ ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? DYSP എന്ന് പറയുമ്പോൾ അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. DYSPയിൽ കാലിബർ ഉള്ള ഹെഡ് കോൺസ്റ്റബിൾമാരുണ്ടെന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? കാലിബർ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് അന്വേഷണ ചുമതല ഒക്കത്തില്ലല്ലോ, അവർ എഴുതുന്നല്ലേ. പറ്റത്തില്ല, കാലിബർ ഉള്ള ഹെഡ് കോൺസ്റ്റബിൾ കാലിബർ ഉണ്ടെങ്കിൽ അവർക്ക് അന്വേഷിക്കാൻ ഒക്കത്തില്ല. പിന്നെ DYSPയിൽ കൊടുക്കുന്നു പറഞ്ഞാൽ താങ്കൾ അർത്ഥശൂന്യമായിട്ട് പറയുന്നല്ലേ? അല്ലല്ലോ, തീർച്ചയായിട്ടും DYSP എങ്കിലും ഏറ്റവും കുറഞ്ഞ DYSP എങ്കിലും അന്വേഷിക്കണം. എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴത്തെ പോലീസിനാണെന്ന് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം ചോദിച്ചിട്ട്, പോലീസിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടല്ല, പോലീസ് പല ഭാഗത്തും തിരിഞ്ഞും മറിഞ്ഞും പോകുന്നത് കൊണ്ട് പല കേസുകളും പലരെയും ഈ വ്യാജമായി ഉൾപ്പെടുത്തി കോടതികളെ കൊണ്ടുവരുന്നു. അല്ല, അതേപ്പറ്റി ഞാൻ താങ്കളോട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രേരണകൾ കൊണ്ട് അങ്ങനെ വരുന്നുണ്ട്, അവരെ ശിക്ഷിക്കുന്നുണ്ട്. അത് എൻ്റെ അനുഭവത്തിലില്ല. അല്ല, ശിക്ഷിക്കുന്നുണ്ട്. താങ്കളോട് ചോദിക്കുന്നത്, എൻ്റെ അനുഭവം അവരെ ശിക്ഷിക്കുന്നുണ്ട്. പിന്നെ പരക്കെയുള്ള അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. 1000 നിരപരാധികൾ വെറുതെ പോയാൽ ഒരു 1000 കുറ്റവാളികൾ വെറുതെ പോയാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നല്ലേ നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ. അതെ. അന്നേരം താങ്കൾ പറയുന്നത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. എല്ലാ കുറ്റവാളിയും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അതാണ്. അന്നേരം താങ്കളും അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ അതിൻ്റെ ഒരു ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് സെറ്റിൽ ചെയ്യാനും തീർക്കാനും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല, കൊലക്കേസ് വരെ ഞാൻ സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സെൻട്രൽ ജയിലും സബ് ജയിലിലും മറ്റും കിടക്കുന്ന ഭൂരിപക്ഷം പേരും
കുറ്റം ചുമത്തപ്പെട്ടവർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന, അതായത് കൺവിക്റ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സെൻട്രൽ ജയിലിലൊക്കെ കൺവിക്റ്റ് ചെയ്യപ്പെടുന്ന ആൾ വെറും നിരപരാധികളാണെന്ന് പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കുമോ? താങ്കളൊരു പ്രോസിക്യൂട്ടറാണ്. കാര്യം 8-8.5 വർഷം, അതായത് ലോങ് പീരീഡ് ഈ പത്തനംതിട്ടയിലെ കൊലക്കേസ്